വിവാഹമോചന കേസ് തീർന്നിട്ടില്ല. അപ്പോഴേക്കും നടൻ രവി മോഹൻ കെനിഷയുമായി ക്ഷേത്രദർശനം നടത്തി. ക്ഷേത്രദർശനത്തിന് പിന്നാലെ പുറത്തുവന്ന ചിത്രത്തിൽ രവിയും കെനിഷയും കഴുത്തിൽ പുഷ്പഹാരം ധരിച്ചതായി കാണാം. ഷർട്ടും ജീൻസ് പാന്റുമാണ് രവിയുടെ വേഷം. കെനിഷ കുർത്ത ധരിച്ചിരിക്കുന്നു. ഇതിന് തൊട്ടു പിന്നാലെ രവി മോഹൻ്റെ പേരിലെ സ്റ്റുഡിയോയുടെ ലോഗോ പുറത്തിറക്കിയിരുന്നു. രവി മോഹൻ സ്റ്റുഡിയോസ് എന്ന പേരിലെ സ്റ്റുഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ആരംഭിച്ചത്. പോയ വർഷം സെപ്റ്റംബർ മാസത്തിലാണ് രവി മോഹൻ ഭാര്യ ആരതിയിൽ നിന്ന് പിരിയുന്നതായുള്ള ഊഹാപോഹങ്ങൾക്ക് സ്ഥിരീകരണം നടത്തിയത്. 2009 വിവാഹം ചെയ്ത ദമ്പതികൾക്ക് 2 ആൺമക്കളുണ്ട്. രവി ഇക്കാര്യം പരസ്യമായി പ്രഖ്യാപിക്കുന്ന വിവരം പോലും താൻ അറിഞ്ഞിരുന്നില്ല എന്ന് ആരതി പിന്നീട് വ്യക്തമാക്കി. ഗായികയും ഹീലറുമായ കെനിഷ ഫ്രാൻസിസിൻ്റെ ഒപ്പം വിവാഹ ചടങ്ങിൽ രവി മോഹൻ പങ്കെടുത്ത ശേഷം ആരതി രവി പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിൽ 2 കുഞ്ഞുങ്ങളുമായി താൻ തനിയെ ജീവിക്കുന്നുവെന്നും രവി അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാതിരിക്കുന്നതും മറ്റും അവർ വിവരിച്ചിരുന്നു. എന്നാൽ മക്കളെ കാണാൻ പോലും തന്നെ അനുവദിക്കാറില്ല എന്നും അവർക്ക് ചുറ്റും ബൗൺസർമാർ ഉണ്ടാവും എന്നുമാണ് രവി മോഹൻ്റെ ഭാഷ്യം. ആരതിയുമായി പിരിഞ്ഞ സമയത്തെല്ലാം തൻ്റെ വസ്തുവകകൾ അവർ കൈവശം വെച്ചിരിക്കുന്നു എന്നല്ലാതെ മക്കളുടെ ചുമതലയെക്കുറിച്ച് രവി മോഹൻ പരാതി ഉന്നയിച്ചിരുന്നില്ല. ഭാര്യയുമായി പിരിഞ്ഞു എന്ന് പറഞ്ഞ ശേഷം രവി മോഹൻ തൻ്റെ അതുവരെയുള്ള സ്ക്രീൻ നാമമായ ജയം രവി ഉപേക്ഷിച്ചിരുന്നു. നിലവിൽ നടന്നുവരുന്ന അവരുടെ വിവാഹമോചന നടപടികളെക്കുറിച്ച് വാർത്ത പുറത്തു വരുന്നുണ്ട്. രവിയിൽ നിന്നും വിവാഹമോചനം നടന്നുവെങ്കിൽ ജീവനാംശമായി ഒരു മാസം 40 ലക്ഷം രൂപ നൽകണമെന്ന് ആരതി ആവശ്യപ്പെട്ട വിവരം പുറത്തു വന്നിരുന്നു. ആരതിയെക്കുറിച്ച് രവി രൂക്ഷമായ ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെ രവിയും ആരതിയും അവരുടെ വ്യക്തിപരമായ ജീവിതത്തെപ്പറ്റി നടത്തുന്ന പരസ്യ പ്രസ്താവനകൾ അവസാനിപ്പിക്കണമെന്ന് 2 പേർക്കും മദ്രാസ് കോടതിയുടെ നിർദ്ദേശമുണ്ട്.